നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോപാൽ സ്നാക്സ് ലിമിറ്റഡ് എന്നുള്ള ഒരു ഇന്ത്യയിലെ വലിയ ഒരു FMCG കമ്പനിയെ കുറിച്ചാണ്. നംകീൻ ഫുഡാണ്, അതായത് റെഡി ടു ഈറ്റ് പാക്കേജ്ഡ് ഫുഡാണിത്. അതായത് നമ്മളുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വറവ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഗോപാൽ സ്നാക്സ് എന്നുള്ളത്. ഇത് പക്ഷേ ഇന്ത്യയിലെ വലിയ ഒരു FMCG കമ്പനിയാണ്. അവരുടെ IPO 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അവർ 650 കോടി രൂപയുടെ ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അത് മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ 70% കച്ചവടവും നടക്കുന്നത് ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ IPOയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ഗോപാൽ സ്നാക്സ് ലിമിറ്റഡ് ഈ കമ്പനി നംകീൻ ഫുഡ് അല്ലെങ്കിൽ ഉപ്പ് ചേർന്ന പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാക്കേജ്ഡ് ആയിട്ട് റെഡി ടു ഈറ്റ് ഫുഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഗോപാൽ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം. ഇത് ഗുജറാത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഗുജറാത്തിലെ രണ്ടാമത്തെ റവന്യൂവിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ വലിയ കമ്പനിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫുഡ് നിർമ്മിക്കുന്ന കമ്പനികളിൽ. അതുപോലെ ഈ നംകീൻ ഫുഡിൻ്റെ നിർമ്മാണത്തിൽ, എത്തനിക് ഫുഡിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയിൽ 4-ാം സ്ഥാനവുമാണ് റവന്യൂവിൻ്റെ കാര്യത്തിൽ ഈ കമ്പനിക്കുള്ളത്. ഗോപാൽ സ്നാക്സ് പപ്പടം നിർമ്മിക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ റവന്യൂവിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ 4-ാമത്തെ കമ്പനിയാണ്. പിന്നെ മാത്രമല്ല 84 ഐറ്റംസ് 276 തരത്തിൽ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 10 സംസ്ഥാനങ്ങളിലാണ് ആയിട്ട് അവരുടെ വിതരണം നടക്കുന്നുണ്ട്, 2 യൂണിയൻ ടെറിട്ടറിയിലും. അതിൽ 523 ലൊക്കേഷൻസാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. 617 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോൾ സജീവമായിട്ടുണ്ട്. പിന്നെ 740-ലധികം സെയിൽസ്മാൻമാരുടെ സഹായം കമ്പനിക്കുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരുടെ സെയിൽസ് രീതി നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ട്രേഡിംഗ് രീതികൾ, ഇ-കോമേഴ്സ്, എക്സ്പോർട്ട്, ഇതെല്ലാം അവലംബിച്ചാണ് കമ്പനി FMCG എന്നുള്ള നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഗോപാൽ സ്നാക്സിന് പ്രധാനമായിട്ട് 6 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ 3 നാഗ്പൂരാണ്, മഹാരാഷ്ട്രയിൽ. ബാക്കി 2 രാജ്കോട്ട്, മൊഡാസ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതായത് ഗുജറാത്തിലുമാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർക്ക് ഈ അനുബന്ധ വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു 3 മറ്റ് യൂണിറ്റുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് കമ്പനിയുടെ പ്രധാന ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ വറക്കൽ, പൊടിക്കൽ, അരിയൽ, അങ്ങനെ പല പ്രവർത്തനങ്ങൾ ഇതിന് വേണ്ടി വരുമല്ലോ, ഇതിന് തൊട്ട് മുമ്പ്, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 യൂണിറ്റുകൾ വേറെയുണ്ട്. ടോട്ടൽ കമ്പനിയുടെ വാർഷിക ഉൽപ്പാദനം പറയുകയാണെങ്കിൽ 4,04,728.76 മെട്രിക് ടൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ രാജ്കോട്ടിൽ മാത്രം, രാജ്കോട്ടിലെ യൂണിറ്റാണ് ഏറ്റവും വലുത്. അവിടെയാണ് പാപ്പഡ് നിർമ്മിക്കുന്നത്, പപ്പടം നിർമ്മിക്കുന്നത്. അതിൻ്റെ ഉൽപ്പാദനം നോക്കുകയാണെങ്കിൽ തന്നെ 3,03,668.76 മെട്രിക് ടൺ വരുന്നുണ്ട്. അപ്പം പാപ്പഡിൻ്റെ നിർമ്മാണമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ബാക്കി എല്ലാ യൂണിറ്റുകളും കൂടി ചേരുമ്പോൾ 1,00,000 ചില്ലാനം മെട്രിക് ടൺ മാത്രമാണ് ഉൽപ്പാദനം വരുന്നത്. ഇനി വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, പല പ്രോഡക്റ്റുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പുറത്ത്, അതായത് സബ് കോൺട്രാക്റ്റ് ആയിട്ട് പുറത്തുള്ള പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഉൽപ്പാദിപ്പിച്ച് തരുന്നതിന് വേണ്ടിയിട്ട്. അതായത് നൂഡിൽസ്, റസ്ക്, സോൻ പാപ്പിടി തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനായിട്ട് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം എടുക്കാം. ബിപിൻ ഭായ് വിതൽ ഭായ് ഹഡ്വാനി, അതുകൂടാതെ ദക്ഷൻ-ബെൻ ബിപിൻ ഭായ് ഹഡ്വാനി, ഇവർ 2 പേരുമാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. അതിൽ ബിപിൻ ഭായ് ആണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ തന്നെ ഗോപാൽ അഗ്രോ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കോർപ്പറേറ്റ് മെമ്പർ കൂടി ഇതിൽ പ്രൊമോട്ടറായിട്ടുണ്ട്. 100% ഓഹരികളും ഇവരുടെ കൈവശമാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകളിലേക്കൊന്ന് നോക്കാം. 2021 റവന്യൂ 1,129.84 ആണെങ്കിൽ അടുത്ത വർഷം 1,356.48 കോടി രൂപയാണ്.
2023 1398.54 കോടി രൂപയാണ് ഇവരുടെ റവന്യൂ വന്നിട്ടുള്ളത്. ഇനി ഗോപാൽ സ്നാക്സിൻ്റെ അറ്റാദായം നോക്കുകയാണെങ്കിൽ 21.12 കോടി രൂപയാണെങ്കിൽ അടുത്ത വർഷം അത് 41.54 കോടി രൂപയായിട്ടും 2023 112.37 കോടി രൂപയായിട്ടുമാണ് വളർന്നിട്ടുള്ളത്. ഈ അറ്റത്ത് കാണുന്ന കോളം ഹാഫ് ഇയർലിയാണ്, സെപ്റ്റംബർ വരെയുള്ള 2023-24 വർഷത്തെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റവന്യൂ 2022-23 വരുമ്പോൾ 3% വർധനവാണ് കാണിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അറ്റാദായം നോക്കൂ, ഇതിൻ്റെ ലാഭം 170.52% ആണ് 2022 നിന്ന് 23 വന്നപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത്. അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു പലഹാര കമ്പനി എന്നുള്ള ലെവലിൽ ചെറുതായിട്ട് കാണേണ്ടതല്ല. ഇന്ത്യയിലെ ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു കമ്പനി തന്നെയാണ് ഇത്. ഇവരുടെ അറ്റാദായത്തിൽ 22 നിന്ന് 23 വരുമ്പോൾ 170% വർധനവാണ് കാണിക്കുന്നത്. ഇനി കമ്പനിയുടെ മറ്റ് ചില ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 9.02, PE റേഷ്യോ 42.13, ഇഷ്യൂ കഴിയുമ്പോൾ 44.46, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 38.63% ആണ്, NAV 23.34 പെർ ഷെയർ എന്ന് കാണുന്നുണ്ട്. ഇനിയും ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബിക്കാജി ഫുഡ്സും പ്രതാപ് സ്നാക്സുമാണ് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ഇഷ്യൂ നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓഫർ ഫോർ സെയിലാണ് ഈ 650 കോടി രൂപയോ. അപ്പോൾ ഒരു പൈസ പോലും കമ്പനിയിലേക്ക് വരില്ല. ഈ ഓഹരികൾ വിറ്റഴിക്കുന്ന ഇപ്പോഴത്തെ ഹോൾഡേഴ്സ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ പോക്കറ്റിലേക്കായിരിക്കും ഈ ഫണ്ട് പോകുന്നത്. പക്ഷേ ഇതൊരു ലിസ്റ്റഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ഉയരുകയാണ് ഇഷ്യൂ വഴി നടക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വളരെ എളുപ്പമായിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇനി അതിൻ്റെ ലിക്വിഡിറ്റി വളരെ കൂടുകയാണ്. നമുക്കെല്ലാം ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇനി നമുക്കറിയേണ്ടത് ലീഡ് മാനേജേഴ്സ് ആരാണെന്നാണ്. ഇൻറ്റൻസീവ് ഫിസ്ക്കൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി, അതോടൊപ്പം ആക്സിസ് ക്യാപിറ്റലും JM ഫിനാൻഷ്യൽസും ഇതിൻ്റെ ലീഡ് മാനേജേഴ്സാണ്. രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട ചെറിയ ചില നെഗറ്റീവ് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് കമ്പനിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ്റെ കാര്യത്തിൽ അവർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കുറഞ്ഞു വരുന്നു എന്നൊരു പരാതി കമ്പനിയെക്കുറിച്ച് പൊതുവേ ഉണ്ട്. അക്കാര്യത്തിൽ എന്തായാലും കമ്പനി അത് നടപടി എടുക്കുന്നുണ്ട്. മാത്രമല്ല അവർ വളരെ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ചില പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ചും ഒക്കെ വഴി അത് മറികടക്കാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ശുഭകരമായിട്ടുള്ളൊരു വാർത്തയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 അനുസരിച്ച് ഈ കമ്പനിക്ക് ചില നോട്ടീസുകൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ ചില അതായത് പരാതികളായിട്ട്, അതായത് പാക്കേജിങ്, മിസ്ബ്രാൻഡിങ്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെയാണ് ചില പരാതികൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിലും കമ്പനി നടപടിയെടുത്തിട്ടുണ്ട്. അതുടൻ തന്നെ പരിഹരിച്ച് കൂടുതൽ കരുത്തോടു കൂടിയിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കമ്പനിയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇനി നമുക്ക് ഗോപാൽ സ്നാക്സിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. മാർച്ച് 6 മുതൽ 11 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. ഇഷ്യൂ പ്രൈസ് 380 രൂപ മുതൽ 401 രൂപ വരെയാണ്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ഓഹരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഫ്രഷ് ഓഹരികളൊന്നും തന്നെ ഇല്ല. 650 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ അതാണ് ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ. ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 37 ഓഹരികളാണ്. അങ്ങനെ റീറ്റെയിലേഴ്സിന് 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNI കാറ്റഗറിയിലാണെങ്കിൽ 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബിഗ് HNI കാറ്റഗറിയിലാണെങ്കിൽ 68 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയേ ഉള്ളൂ. 35% റീറ്റെയിലേഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട് ഓഹരികൾ. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ച് 12 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. മാർച്ച് 14 ആയിരിക്കും ലിസ്റ്റിംഗ് എന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നു. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, ഗോപാൽ സ്നാക്സിൻ്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരൊരു 3.5 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ റിസർവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓഹരിയിൽ 38 രൂപ ഡിസ്കൗണ്ടും എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഇല്ല.
പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബോണസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2023 ഒരു ഓഹരിക്ക് 10 ഓഹരി എന്നുള്ള നിലയിൽ ബോണസ് കൊടുത്ത ഒരു ചരിത്രം കമ്പനിക്കുണ്ട്. ഡിവിഡൻഡ് ഈ അടുത്ത കാലത്തൊന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. ഈ കമ്പനിയുടെ ഓഹരി ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ വ്യത്യാസം വരില്ല, കാരണം ഓഫർ ഫോർ സെയിലാണ്. അതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ മാർക്കറ്റ് ക്യാപ്പ് 4996.64 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഒരു FMCG തന്നെയാണ് ഈ കമ്പനി. വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഓഹരിയാണ്. ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗോപാൽ സ്നാക്സിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അതുപോലെ വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.